ആരാ? ഞാൻ മുതലാളിയുടെ ഡ്രൈവറാ. ഏത് മുതലാളി? എസ്തപ്പൻ സാറിന്റെ ഉറ്റ ചങ്ങാതിയല്ലേ? ഇനി ഇയാളെ സഹിക്കണോ? മുതലാളി പാറക്കൽ തറവാടെത്തി, ഇറങ്ങാം. ഇതാണോ പാറക്കൽ തറവാട്? അതെ. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ജയിലിലെ ക്യാൻറ്റീൻ. പൂർ ഫാമിലി. അംബാനി, അംബാനി. എക്സ്ക്യൂസ് മീ, അംബാനി. ഹലോ അംബാനി, പറയാളിയാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോളുടെ കല്യാണം കലക്കി കേട്ടോ, സ്പെഷ്യലി നിതേച്ചിയുടെ ബിന്ദാരു. ഓ, ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല. അംബാനി, ഇത് അംബാനിയാണ്. ഇതല്ലെന്നേ ഫോണില്. അംബാനിക്ക് മലയാളം അറിയൂ? കൈ പൈസ ഉണ്ടെങ്കിൽ ഭാഷയൊക്കെ ഒരു വിഷയമാണോ? അംബാനി ബോൾഡ കച്ചവടം കഴിച്ചേ. എന്തെങ്കിലും പൈസ കിട്ടായിട്ടുണ്ടെങ്കിൽ ബോൾട്ടാ മറക്കണ്ട. എത്ര കാലമായി അകയിലെ ഹം അകയിലെ തും. പിന്നെ ആധാർ കാർഡ് മൊബൈലായിട്ട് ബന്ധിപ്പിക്കാൻ മറക്കണ്ട, ചിലപ്പോ ലൈൻ കട്ടാവും. അയ്യേ, മല്ലിയായിട്ട് കോഴിയുടെ പറഞ്ഞേ ചെറ്റഹേ. അപ്പൊ ഓക്കേടാ, പിന്നെ പ്യാർ കിയാ. ഈ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ വിളിക്കാന്ന് ഹിന്ദിയിൽ. അപ്പൊ നാളെ വിളിക്കാന്ന് പറഞ്ഞാല് അത് പ്യാർ കിയാത്തോ ഡർനാ കിയാ. ഡ്രൈവർ സാർ, എന്റെ മാനേജറെ വിളിച്ചിട്ട് അംബാനിയുടെ അക്കൗണ്ടിൽ 100 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറയൂ. പാവം, ചിറ്റായിട്ടില്ല. ഏതായി 2 കൺട്രീസ്? ഞാൻ ധർമ്മപുത്രൻ. ബ്യൂട്ടിഫുൾ നെയിം. ഞാൻ ഈശോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിനോട് എന്റെ അന്വേഷണം പറയും. ഡ്രൈവർ സാർ. എസ്തപ്പാൻ എവിടെ? എസ്തപ്പാൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ മീ നൗ. ഹൗ? സാർ. ദേ സാർ. എടാ എസ്തപ്പാനെ, bloody fool, idiot, rascal, monkey. സാറിന്റെ വലിയ ദോസ്താ. ഇങ്ങനെ ദോസ്തിനെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. MBBS. MBBS നോ? Yeah, the MBBS. മറ്റേ ഡിഗ്രിക്ക് ഞാൻ MBBS പോയി, നീ ആനപ്പിണ്ടം പറക്കാം. What a surprise. By the way, ഏതായി വെള്ളക്കാരൻ? ഏത് പള്ളിയിലെ? ഫാദറിലോ? ഓ, ഹലോ. ഹലോ, എന്താ പേര്? വാട്ട് ഈസ് യുവർ നെയിം? പേര് ചാക്കോ. ആനക്കാട്ടിൽ കുടുംബത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ മകൻ ചാക്കോച്ചി. ഓ, വലിയ തറവാടാ മുതലാളി. അപ്പൊ ഞാനോ? സാറ് മുതലാളി, ഇത് മുതലാളി. കോട്ടയം ശങ്കുണിയുടെ ഐതിഹ്യമാലയിൽ ആനക്കാട്ടിൽ ഫാമിലിയെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നു. ജസ്റ്റ് ബ്രെയിൻ ട്യൂമർ അല്ലേടാ സപ്പാനെ? ഈ നിൽക്കുന്ന പോലെ 10-30 ആനകൾ മുതലാളിയുടെ വീട്ടിലുണ്ട്. അപ്പൊ ഈ കോടനാട് ആന വളർത്തുന്ന പുള്ളിയുടെ. ഈ കുരുട്ടടയ്ക്ക് എന്താ ഇവിടെ പണി? ഇവിടുത്തെ ചെറിയൊരു ആനന്റെ പാപ്പാന. കള്ളനെ നമ്പിയാലും നമ്പരുത്. വന്ന കാലി നിൽക്കാതെ അകത്തോട്ടിരിക്കാം. അയ്യോ, AC ഇല്ല അല്ലേ? ഇതൊരു പഴയ തറവാടല്ലേ? പഴയ AC വെച്ചാ പോരെ? നോ പ്രോബ്ലം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. ബൈ ദ ബൈ, ഹായ്, വാട്ട്സ് യുവർ നെയിം? റോസി. ബ്യൂട്ടിഫുൾ നെയിം. എന്റെ സ്വന്തം മോളാ. കണ്ടാ പറയില്ല. നല്ല മധുരിമ. മധുരം കൂടിയോണ്ടേക്കും. ഇറ്റ്സ് ഓക്കെ. അത് ശരിയേട്ടോ. തോട്ടി ഒഴുകി ആനയെ പോലെ നിൽക്കാതെ ആ ബാഗും പെട്ടിക്ക് എടുത്തുകൊണ്ട് അകത്ത് വെക്ക്. ഞാനോ? പിന്നെ ഞാനാ? സർ, ചെല്ലു. ഓ, പറഞ്ഞു കേട്ടില്ലേ? ഗെറ്റ് ദ പെറ്റീസ്. ചെല്ലടോ. നിന്നെ ഞാൻ എടുത്തോളടാ. ഈ ഐറ്റുള്ള ആൾക്കാരെ ഡ്രൈവറാക്കി എങ്ങനെയാ? ഈ സാർ ഇവിടെ. സാറേ, സാറെന്താ ഇവിടെ? നീയോ? നീ എന്താ ഇവിടെ? ഞാൻ എസ് സാറിന്റെ അടിമയാ. അടിമയോ? ആ, ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായി നക്കി സാറേ. വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്തിലോട്ടെ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതാണ്. ഇവിടെ പലതും കാണും, പലരെയും കാണും. ഭയങ്കരനെ തുറന്ന പിടിച്ചകത്താക്കി മുട്ടുകാരന് കയറ്റിക്കളെ ഞാൻ. ഇല്ല സാറേ, വാ തുറക്കില്ല. ഈ പെട്ടിയും ബാഗിലെടുത്തിട്ടേ അതോട്ട് വാ. സാറ് സ്ഥിരതാമസത്തിനാണ്? ഇനിയിപ്പോ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലോ അല്ലേ? പറയാറായിട്ടില്ല. ഈ അനിൽ അംബാനിയാണ് മുകേഷ് അംബാനിയാണ് മൂത്ത്? മൂത്തവരുടെ അച്ഛനാ. മണി അടിച്ചല്ലോ, ഫുഡ് റെഡി. എന്റെ ഫോൺ ബെല്ലടിച്ചതാ. ശരി. വീട്ടിലൊക്കെ ഫുഡ് റെഡി ആയി കഴിഞ്ഞാൽ ബെല്ലടിക്കൂ. വലിയ വീടല്ലേ, എല്ലാവരും കേക്കണ്ടേ? ജയിലിലൊക്കെ മാതിരി അല്ലേ? അതെ, ജയിലിലേക്ക് മാതിരി. അല്ല, ഇതാരാ? അയ്യോ, ആരാ ഇത്? ഞങ്ങളെ പുതിയ അടിച്ചു കളിക്കാരനാ, കോര. അത്ര പോരാ. ആ പെട്ടിയൊക്കെ വേറെ റൂമിൽ കൊണ്ടുവന്ന് നോക്ക്. ചെലപ്പോ ശരിയല്ലേ? സാറ് പറഞ്ഞിട്ടില്ലേ? പോ.
അരോങ്ങളങ്ങോട്ട് ആ ഡ്രൈവർമാരൊന്നും വീണ്ടും അകത്ത് കയറ്റില്ല, പുറത്ത് കാറിനെ കഴുകാണ്ട് പോയി കഴുകി പോ. കാലത്ത് കഴുകിയതല്ലേ? സാറേ ഒന്നും കൂടി കഴിയാൻ എന്താ? 2 പ്രാവശ്യം കഴുകി. എന്നാ പോളിഷ് ചെയ്യും. പോലീസിയുടെ പോയിട്ട് ചെല്ല്. അതെ, അല്പം മര്യാദക്ക് സംസാരിക്കുന്നതാ നല്ലത്. ആ ഇന്ന മര്യാദ പഠിപ്പിക്കണ്ട. എനിക്ക് താനെ പഠിച്ചോളൂ അല്ലേ സാറേ? ഭക്ഷണപ്രിയനാണല്ലേ? കുറെ നാളായി ഇത്രയും രുചിയുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ട്. അവിടെ ജയിൽ ഫുഡാണല്ലോ. ജയിൽ ഫുഡ്? അല്ല, ബംഗ്ലാവില് 3-4 ഡോക്ടേഴ്സ് കൂടിയിട്ടാണല്ലോ എന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ മതി. അതുകൊണ്ട് ഡേറ്റിങ്ങോട് ഡേറ്റിംഗ്. എന്റെ തടി കൂടാതിരിക്കാൻ, എനിക്ക് അസുഖം വരാതിരിക്കാൻ എല്ലാം ഡാഡിയുടെ ഏർപ്പാടാ. അതിനെ ഞാൻ ജയിൽ ഫുഡ് എന്നാ പറയാ. ഓ, ഈ ബംഗ്ലാ ജീവിതം മടുത്തന്നേ. എന്നും പോലീസ് സെക്യൂരിറ്റി, 10-100 പരിചാരകര്. റിയലി ബ്യൂട്ടിഫുൾ. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി ചെത്തിന്റെ ചെത്ത് കക്ഷിയാ, അബ്കാരിയാ. നേരാ തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്താ പോകാതിരുന്നേ? അവിടെ സ്കൂളില്ലല്ലോ. അല്ല അപ്പച്ച, അതൊരു വലിയ കഥയാ. അത് പിന്നീട് പറയാം. ഇപ്പൊ അവൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. തിരിച്ചാറൊഴിക്കോ? 2 കഷ്ണം. ഇതൂടെ കുറച്ച്. അമ്മച്ചി കുറച്ച് മോര് കാച്ചിയത് ഒഴിക്കട്ടെ. എന്റെ മോളുണ്ടാക്കിയതാ. കുട്ടി കാച്ചിയതാ? കുട്ടി കാച്ചിയാണെങ്കിൽ കുറച്ച് കാച്ചാം. ചെരിഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്റെ മോളാ റോസ് കുട്ടി. ആരാ മോളാന്ന്? എന്റെ മോള്. ദാ. താങ്ക്സ്. സത്യത്തിൽ ഈ റോസിയുടെ അപ്പനാരാ? ദാണ്ടേ നിക്കണു. ഇടുക്കിയാണല്ലോ. അതെ അതെ. ബീഫും കൂടെ കഴിക്കുന്നേ. ഇതാ പപ്പടം കഴി. കൊണ്ടുപോടും. കഴിക്ക്. ആള് ചെറ്റാണെങ്കിൽ എന്റെ സ്വന്തം ഡ്രൈവർ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സാറേ, ബീഫ് ഫ്രൈ ഞാനുണ്ടാക്കിയതാ. ആണോ? ആ പോരാ, മസാല പിടിച്ചില്ല. ബീഫ് മൂത്തായിരുന്നു. വറുത്തരച്ചെങ്കിലും അങ്ങോട്ട് ഉഷാറായില്ല. കുറച്ച് നാളികേരക്കുത്തും കൂടി ഇട്ടെങ്കിൽ പൊളിച്ചേനെ. അടുത്ത് തന്നെ കുറച്ച് നെഞ്ചടി മേടിച്ചിട്ട് ഞാൻ ഒലത്തി തരാം. ഓ, സാറിനപ്പ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാൻ മുടുക്കണ. ഓ, പുകഴ്ത്തി പറയല്ല, ഞാൻ ഭയങ്കര കുക്കറാ. 1000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കൊരു 6 മണിക്കൂർ മതി. 6 മണിക്കൂർ മതിയോ? എന്റെ അമ്മോ. അതൊക്കെ ഇരിക്കട്ടെ സാറേ, ഈവനിങ് ചായക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? എനിക്ക് ഗോതമ്പ് മതി. കഴിച്ചിട്ട് 4-5 ദിവസമായി. ഗോതമ്പുണ്ടാന്ന് പറയുമ്പോ ഈ അതിങ്ങനെ ഗോതമ്പ് പരത്തിയിട്ട് തേങ്ങ ഗോതമ്പുണ്ടാന്ന് പറഞ്ഞപ്പോഴേ വായിൽ വെള്ളം ഊറുന്നു. എനിക്ക് ഈ ഗോതമ്പുണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ. അതെ, ഞാൻ പറഞ്ഞത്. എന്റെ ഡ്രൈവർ ഉരുട്ടാൻ മിടുക്കനാ. ഉരുട്ടി തരുവോ? ഓ, നന്നായിട്ട് ഉരുട്ടി തരാം. നിനക്കും കഴിക്കും. എന്താ ഷോട്ട്? സാറിങ്ങനെ ആനയുടെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ചേക്കുന്ന സീൻ പാപ്പാനായിട്ട്. ഛേ, അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളൂ. അതിലെന്താ പുതുമയുള്ളത്? എടോ, ഈ ആനയോളം ഫാൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തണ്ടേ? ഞാൻ ഒരു ഐഡിയ പറ സാറേ. അതായത് ബാഹുബലിയിലെ പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഒരു കാല് ആനയുടെ തുമ്പിക്കൈയിലെടുത്ത് വെച്ച്, മറ്റേ കാല് ആനയുടെ മസ്തകത്തിലെടുത്ത് വെച്ച് ഒരു ഫോട്ടോ. അത് മതി. ആരാ സാറേ പ്രഭാസായിട്ട് അഭിനയിക്കുന്നേ? ഞാൻ തന്നെ. ആന ഇടഞ്ഞാലോ? എടോ, ഈ ആനയുടെ 1-ാം പാപ്പാനാണ് ഈ ധർമ്മപുത്രൻ. ഞാൻ തുറപ്പിച്ചൊന്നും നോക്കിയാലുണ്ടല്ലോ, ഒറ്റയടിക്ക് നിന്ന് മുള്ളുകയും ചെയ്യും, ഒപ്പം പിണ്ടോ വീഴും. നമ്മുടെ ആനയല്ലേ അത്? ആനപ്പുറത്ത് ഏതാണ് ഒരു കുഴിയാന?
അയാൾക്കില്ല കണ്ണി തോട്ടിട്ട് കളിക്കും ഞാൻ. നീ മോളെ കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്ക്. അല്ലെങ്കിൽ അവള് പേടിക്കും. വാ, നീ പോയിക്കോ, ഞാൻ ഇവനെ കൊണ്ടുവന്നു. ചെല്ലേ പോവാം. തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. തിരുവില്ല മലയിൽ നേദിച്ച് കൊണ്ടുവരും ഇളനീർക്കുടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കൊറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും. നാൻസി, ആ പാപ്പാനെ നമുക്ക് വേണ്ട കേട്ടോ. അവനെ നാളെ തന്നെ പറഞ്ഞു വിട്ടേക്കണം. അവൻ പാട്ട് പാടുന്ന കേട്ടില്ലേ നീ? അതെന്നെ ഇപ്പൊ ഒരു കുറ്റമാണോ? അത് കുറ്റമല്ല. റോസി ആ പാട്ട് പാടുന്നത് ശ്രദ്ധിച്ച് നിൽക്കുന്ന നീ കണ്ടോ? എന്നാ മനുഷ്യ ഞാൻ പറയുന്നത് കേക്കടി. ആനപ്പാപ്പന്മാരെ കണ്ട ഇളകുന്ന പാരമ്പര്യമുള്ള തറവാടാ ഇത്. എനിക്കതാ പേടി. ആരാത്? ഞാനാ. എന്താ ആരാ? എന്താ മോലാളി വിളിക്കണ്ട്. ആരെ? സാറിനെ. ആ, ഞാൻ വരാം. മനുഷ്യന്റെ ഒരാട്ട് പോയി. ലിവർ ഇപ്പം തന്നെ ചക്കേന്റെ അത്രയായി ഡോക്ടർ പറഞ്ഞു. ഇത് വേണ്ടപ്പച്ച, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കടോ, കഴിക്കൂ. മോലാളി ഇങ്ങനെ ഡെയിലി ഒന്നും ഇല്ല. ഇരുട്ടായി കഴിഞ്ഞ ഒരു 5 6. ഒഴികട്ടെ. അതിപ്പോ എന്ത് ചോദിക്കാനാ? വെള്ളം അടിക്കാത്ത പോലീസുകാരുണ്ടോ? ഈ പോലീസുകാരൊക്കെ ആവുമ്പോ എല്ലാവിധ അലമ്പും ഉണ്ടാവും അല്ലേ? ഞാൻ പൊതുവേ പറഞ്ഞ ഈ കള്ളുകുടിയും പുകവലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പെണ്ണിനെ കെട്ടിച്ചെടുക്കാൻ തന്തന്മാർക്ക് ഇഷ്ടമല്ല. പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ എന്നും ചേഴ്സാ. ഒന്ന് പോടാ. 6 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഇതാ പതിവ്. എന്റെ മോൻ അപ്പച്ചോട് ക്ഷമിക്കണം. എന്തിനാ അപ്പച്ച? ഈ പിടുത്തം വിട്ടാടിയാണല്ലോ അടിക്കണേ. കണ്ടോളൂ മുരാളി, കണ്ടോളൂ. അന്നത്തെ ദേഷ്യത്തിന് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എല്ലാം എന്റെ മോൻ മറക്കണം. അപ്പച്ചോട് ക്ഷമിക്കണേ. എന്നോട് കൂടി ക്ഷമിക്കണം. ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തതും അറേഞ്ച് ചെയ്തതൊക്കെ ഞാനാ. അല്ലെങ്കിലും അപ്പച്ചൻ നല്ലവനാ. ഇവനെ പോലുള്ള അലവലാദികളാ ഇങ്ങനെയുള്ള മഹാമനസ്കരെ വഴിതെറ്റിക്കുന്നത്. അപ്പൊ ഞാൻ പുറത്തായോ? ഞാൻ പോകൂല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഇവനെ ഞാൻ ചവിട്ടി കൂട്ടും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ. ഈ പാട്ടൂടെ പാടണ്ട. എന്നാ വേറെ പാട്ടേ. കൊള്ളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളി. നീ ഒരു പാട്ടും പാടണ്ട. ഇനി പാടിയ നിന്റെ തല ഞാൻ വെട്ടും. പണ്ട് എസ്തപ്പൻ സാറും ഇതുപോലെ പാടിയെന്നല്ലോ. അങ്ങനെ പാടി പാടിയാണ് ഒരുത്തി എന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. മനസ്സിലായോ സാറേ? അതേ ഏത് പാട്ടായിരുന്നു? ഒന്ന് പറഞ്ഞു തരുമോ? മിണ്ടായിരിക്കടാ. ഇനി പാട്ട് പാടുന്ന ഒരു പാപ്പാൻ ഈ കുടുംബത്ത് വേണ്ട. ഇയാൾക്ക് അസൂയാണ്. പിന്നെ ഇയാള് പറഞ്ഞാ ഞാൻ പാടാതിരിക്കാൻ പോണല്ലേ. കൊറേ പാപ്പന്മാരെ കുത്തി കൊന്നണ്ടല്ല. ഈ ദുഷ്ടനൊന്നും കണ്ടില്ലേ?
പാപ്പാനായിരിക്കും. എന്റെ പണി പോകും ദൈവമേ. ആരാ എടോ താനാരാന്ന് ഊച്ചലും പറയൂലേ? ഞാനാരെന്നോ? അപ്പൊ ശരി, പിന്നെ കാണാം. ഇത്തിരി തിരക്കില്ല. ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നു. എടാ ഇവിടെ വാടാ. അല്ല, ഇതാര് ഗുണ്ടാക്കുവരോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് എപ്പ ഇറങ്ങി? ഓ ഞാൻ പുറത്തിറങ്ങുള്ളൂ നീ കരുതിയല്ലടാ. വിളിയടാ നിന്റെ മുതലാളിയെ. ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. വാ ചോദിക്കട്ടെ. പിന്നെ ഞാൻ കാര്യങ്ങൾ അപ്പം വിളിച്ച് അന്വേഷിക്കണ്ടേന്ന്. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? കുഴപ്പം എന്റെ പഴയ ഫ്രണ്ടാ. നേരത്തെ എന്നെ സ്നേഹിച്ചതാ. ആകെ പ്രശ്നം മുതലാളി, ആ ഗുണ്ടാക്കുവരെ വന്നിട്ടുണ്ട്. അല്ല, കോര എന്താ വന്ന കാര്യം തന്നെ നിൽക്കുന്നേ? വന്നേ, കേറി ഇരുന്നാട്ടെ. ഏരണം കെട്ടവനെ എസ്തപ്പാനെ കൊല്ലാൻ പറഞ്ഞു വിട്ട താനല്ലേ? അതിന്റെ പേരിൽ 6 നിമിഷം ഞാൻ അകത്ത് കിടന്നപ്പോ താനൊക്കെ എവിടെ ആയിരുന്നിടോ? ഒന്ന് പതുക്കെ പറ. എന്തിന്? എല്ലാരും അറിയിട്ടടോ പാറയ്ക്കൽ തോമാച്ചന്റെ ഗുണവധികാരം. ഇപ്പൊ എന്ത് തരണം? പൈസ എന്ത് തരണം? തൽക്കാലം 50,000. ബാക്കി ഗഡുക്കളായിട്ട് മരണം വരെ. എടോ മുതലാളി, 2-3 ഗഡുക്കളാകുമ്പോനായിട്ട് തട്ട. പിന്നെ മുതലാളി ജയിലിൽ സ്വസ്ഥാവനോ? ഇപ്പൊ കൊടുക്ക്. പിന്നെ കോരെ, ഈ വിവരം നാട്ടുപാട്ടാക്കി മൂന്നാമതൊരാളെ അറിയിക്കരുത്.